പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകി തുടങ്ങി. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി പുറത്തു വരുന്നത് ഈ കശ്മീരിലെ ആക്രമണത്തിൽ പാക് കമാൻഡറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അതീവ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചിലർ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെ പറയുന്നുമുണ്ട്. എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ചില നിർണായക വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ NIAക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊക്കെ കിട്ടി. ഇത് കിട്ടിയതെന്ന് പറഞ്ഞാൽ അവിടുത്തെ തദ്ദേശീയനായ ഒരു കാശ്മീരി യുവാവ് സ്വാഭാവികമായും അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കുന്നു, വീഡിയോസ് ചിത്രീകരിക്കുന്നു, റീൽസ് ഒക്കെ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നു. ഇത് ഇയാളുടെ ഒരു വരുമാന മാർഗ്ഗമാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെ ചെയ്ത ഒരാൾ ഈ ആക്രമണം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഒരിടത്തേക്ക് ഒളിച്ചു പോകുന്നു. ഇയാളൊരു മരത്തിൻ്റെ മുകളിൽ കയറി എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ, അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇയാൾ കൃത്യമായിട്ട് ചിത്രീകരിച്ചു. ഇതിനകത്ത് കൃത്യമായിട്ട് രണ്ട് ഭാഗത്ത് നിന്ന് രണ്ട് തോക്കുധാരികൾ വന്ന് 4 പേർ മൊത്തം അവർ വന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ സഞ്ചാരികളുടെ അടുത്ത്, ടൂറിസ്റ്റുകളുടെ അടുത്ത് എന്തോ ചോദിക്കുന്നു, എന്നിട്ട് കൃത്യം നെഞ്ചിലേക്ക് അല്ലെങ്കിൽ തലയിലേക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇയാൾ ഒളിച്ച് ഇത് ചിത്രീകരിച്ചു. ഇതിനുശേഷം NIA സമീപിച്ചു. NIAയുടെ കസ്റ്റഡിയിലാണ് ഇയാൾ. ഇപ്പോൾ ഇയാൾ നൽകുന്ന സൂചന വെച്ച് NIA അന്വേഷണ സംഘമൊക്കെ പരിശോധിച്ചപ്പോൾ ഇതിൽ ഒരാൾ പാക് കമാൻഡർ ആണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പാക് കമാൻഡറായ ഈ വന്ന 4 പേരിലാണോ? അതെ, 4 പേരിൽ ഒരാൾ പാക് കമാൻഡറാണ്. ഈ പാക് കമാൻഡറായ ഹാഷിം മൂസ എന്ന് പറയുന്ന ഒരാളാണ്. ഇയാൾ പാകിസ്ഥാനിലെ പാര കമാൻഡോ ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഇയാൾക്ക് സ്വാഭാവികമായി സൈനികരുടെ പ്രവർത്തനങ്ങൾ അറിയാം, സൈനിക മേഖലയുടെ ആസൂത്രണം അറിയാം, ഓപ്പറേഷൻ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അങ്ങനെ ഇയാളടക്കം 2 പേര് 1.5 വർഷത്തിന് മുമ്പ് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി. ഈ നുഴഞ്ഞു കയറിയ ഹാഷിം മൂസയാണ് ഇപ്പോൾ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇയാൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഭീകരവാദ സംഘത്തിൽ ഏർപ്പെട്ടത്? ഇതിന് പറയുന്നത് ഈ പാരാ കമാൻഡോ ആയി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാളെ ലഷ്കർ-ഇ-തൊയ്ബ അവരുടെ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അവർ കാശ്മീരിലേക്ക് ഒരു സംഘത്തെ വിടുന്നു. അങ്ങനെ നുഴഞ്ഞു കയറി അതിർത്തിയിലെ കമ്പിവേലി മുറിച്ച് നുഴഞ്ഞു കയറിയ 2 ഭീകരരിൽ ഒരാൾ ഇയാളാണ്. അപ്പോൾ ഇയാളാണ് അവിടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട മറ്റാളുകൾക്ക് പരിശീലനം നൽകിയതും തോക്ക് ഉപയോഗിക്കാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തതെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ സൈന്യമോ NIAയോ പുറത്തുവിടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ സുരക്ഷയെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പല പരിമിതികളുമുണ്ട്, പല കാര്യങ്ങളും പുറത്തുവിടാൻ. അതുകൊണ്ട് നമ്മളൊക്കെ കാര്യങ്ങളിൽ ഇപ്പൊ സൈന്യം ഏറ്റുമുട്ടുന്നത് തന്നെ എവിടെയാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല. ഈ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഏറ്റുമുട്ടലിൽ ഭീകരരെ വകവരുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ വളരെ നിർണായകമായി തന്നെയാണ്. കിട്ടിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ NIA പുറത്തുവിട്ടത് ഇപ്പോഴാണ്. കാരണം ഭീകരർ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വിവരങ്ങൾ NIA പുറത്തുവിടുന്നത്. 2024 ഒക്ടോബറിൽ സോനാമാർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ടണൽ ആക്രമണം നടന്നിരുന്നു. അന്ന് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത കുറച്ച് പേരെ നമ്മുടെ സൈന്യം വധിക്കുകയും ചെയ്തു. അന്ന് ഈ ആക്രമണത്തിൽ ഉണ്ടായ ഒരാളാണ് ജുനൈദ് അഹമ്മദ് ഭട്ട്. ഇയാളെ പിന്നീട് ഡിസംബറിൽ സൈന്യം വെടിവെച്ച് കൊന്നു. അന്ന് വെടിവെച്ച് കൊന്നപ്പോൾ സൈന്യം ഇയാളിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഇതിനകത്താണ് ഈ ഹാഷിം മൂസയുടെ ചിത്രമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അനാലിസിസ് നടത്തിയപ്പോഴാണ് ഈ ഭീകരന്മാരുടെ കൂട്ടത്തിൽ ഈ ഹാഷിം മൂസയെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് 1.5 വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ആളാണിതെന്ന് തിരിച്ചറിഞ്ഞത്. മാത്രമല്ല അവിടുത്തെ പാകിസ്ഥാനിലെ പാര കമാൻഡോ ആയിട്ട് പ്രവർത്തിച്ച ഒരാളുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളെ ലഷ്കർ-ഇ-തൊയ്ബ ഇവിടെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നു. ഇയാളാണ് ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയെന്നാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കാശ്മീർ സൈന്യം ഈ തീവ്രവാദികളുമായിട്ട് വനമേഖലയിൽ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റുമുട്ടൽ നടത്തുന്നത് ഈ ആക്രമണം നടത്തിയവർ മാത്രമല്ല, ഇവരെ സംരക്ഷിക്കുന്ന തദ്ദേശീയരായ ചില ആൾക്കാരുണ്ട്. അവരുടെ പ്രൊട്ടക്ഷനിൽ അവരുകൂടിയാണോ ആക്രമണം നടത്തുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ഹാഷിം മൂസയെ കേന്ദ്രീകരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പാക് ആർമി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അല്ലെങ്കിൽ ഈ സൈന്യത്തിലുണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് ലഷ്കർ-ഇ-തൊയ്ബയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ഓപ്പറേഷന്റെ നേതൃത്വം വഹിക്കാൻ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന പോലും വലിയ കാര്യമല്ല. കാരണം ജിഹാദ് നടത്താനാണ് ഇവർ കാശ്മീരിലേക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ സൈനിക മേധാവി ഒരു പ്രസ്താവന നടത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു ആക്രമണം നടത്തുന്നു. ഇനി 19-ാം തീയതിയാണ് ഈ പുൽഗാമയിൽ ഒരു പുതിയ പാർക്ക് തുറക്കുന്നത്. ഈ പാർക്ക് തുറക്കുമ്പോൾ അവിടെ ചെറുകിട കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, കുതിരസവാരി നടത്തുന്നുണ്ട്, ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ, മറ്റേ കയറിലൊക്കെ തൂങ്ങി ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, അത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം തന്നെ അവിടെ വന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഈ തീവ്രവാദികളെക്കുറിച്ചോ അവരുടെ ആക്രമണ സാധ്യതകളെക്കുറിച്ച് സൂചനകളുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് പറയുന്നത് എന്താ, എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാലോ വെടിശബ്ദം കേട്ടാലോ ഒക്കെ നിങ്ങൾ സേഫായ സ്ഥലത്തേക്ക് മാറണമെന്നായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്ററുടെ ഒരു ദൃശ്യം ഇപ്പം വലുതായിട്ട് പ്രചരിക്കുന്നു. ഒരു വെടിശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നടുങ്ങുകയാണ് ചെയ്യുന്നത്, പേടിക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾ അതല്ല ചെയ്യുന്നത്. ഇയാൾ എന്താ ചെയ്യുന്നത് നമ്മൾ ദൃശ്യത്തിൽ കണ്ടില്ലേ? ഇയാൾ
തക്ബീർ ചൊല്ലുകയാണ്. തക്ബീർ ചൊല്ലിക്കൊണ്ട് അള്ളാഹു തക്ബീർ എന്ന് ചൊല്ലിക്കൊണ്ട് ഈ വിനോദസഞ്ചാരിയെ ഈ സിബ്ലയിലേക്ക് ഇങ്ങനെ തള്ളിവിടുകയാണ്. അതായത് ഇയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു ഈ സമയത്ത് കശ്മീരിൽ ഒരു ആക്രമണം നടക്കുമെന്നും അത് മതം ചോദിച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കുമെന്നും തീവ്രവാദികൾ ഇപ്പോൾ തന്നെ നുഴഞ്ഞു കയറും എന്നുള്ള ഈ പഹൽഗാമിലെ ഈ ബൈസൺ വാലിയിലേക്ക് വരുമെന്നുള്ളതെല്ലാം ഇയാൾക്കറിയാം എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ ഈ കശ്മീരിലെ പ്രദേശവാസികളെ തുടക്കം മുതൽ തന്നെ പലരും സംശയിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രദേശവാസികളുടെ ഒരു സഹായമില്ലാതെ ഈ ഭീകരർക്ക് നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ വരുന്നത് പ്രദേശവാസികളിൽ കുറെ പേർ ഇവരെ സഹായിച്ചൊരു ചെറു കച്ചവടക്കാർ, ഇതുപോലെ കുതിര സവാരി നടത്തുന്നവർ, പിന്നെ ട്രക്കിംഗ് നടത്തുന്നവർ, ഈ സിബ്ലിംഗ് ഓപ്പറേറ്റർമാർ, ഇത്തരത്തിൽ ചില ആളുകൾ ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ANL ഒരു സ്ത്രീ കൊടുത്ത ഒരു ബൈറ്റിൽ അവർ പറയുന്നത് അവർ ഒരു കുതിര സവാരി നടത്താനായി ഒരാളെടുത്ത് പോകുന്നു. അയാൾ അവരോട് പറയുന്നു നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഫോണിൽ കൂടി കുറെ ആയുധങ്ങളുടെ പേരുകൾ പറയുന്നു. എന്നിട്ട് ഖുർആനിലെ കുറെ വാചകങ്ങൾ ചൊല്ലുന്നു. അപ്പോൾ ഇവർക്കൊരു ആശങ്ക തോന്നിയപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ആ കുതിരക്കാരന്റെ ഫോട്ടോ എടുത്ത് ഇവർ ഫോണിൽ പകർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പല അനുഭവങ്ങളും ആളുകൾ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. അവിടെ ദൃക്സാക്ഷികളായ പലരും പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ പ്രദേശവാസികൾ തന്നെ കശ്മീരിനെ തകർക്കാൻ കൂട്ടുനിന്നോ എന്നുള്ള ഒരു ആശങ്ക കൂടി നമുക്കുണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പഹൽഗാമിൽ 26 ഇന്ത്യക്കാരുടെ ജീവൻ എടുത്ത ആ സംഘമുണ്ടല്ലോ, ഈ സംഘത്തിന് അവിടെ വഴികാട്ടിയായി പ്രവർത്തിച്ചത് പ്രദേശവാസികളായ ചിലരാണ് എന്നതിന്റെ കൃത്യമായ സൂചനകൾ പുറത്തു വരുന്നു. മാത്രമല്ല ഇവർക്ക് ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തു. അപ്പൊ പ്രദേശവാസികളുടെ സഹായമില്ലാതെ ഇവർക്ക് ഒരിക്കലും ഇത്തരം ഒരു പ്രവർത്തനം നടത്താൻ കഴിയില്ല. അതാണ് ധന്യ പറഞ്ഞത്. ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഒരു വെടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുക പോലും ചെയ്യുന്നില്ല. അയാൾക്ക് പരിഭ്രാന്തിയില്ല. അയാൾ വളരെ കൂളായിട്ട് ഞാനിത് എക്സ്പെക്ട് ചെയ്ത് നിന്നതാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ട്. ചില കുതിര സവാരിക്കാർ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഈ കുതിരയുമായി വന്ന ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷരായി. അവർ മരത്തിൻ്റെ പിന്നിലൊളിക്കുന്നു, അവർ മറ്റിടങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു വെടിശബ്ദം കേൾക്കുമ്പോൾ അത് പടക്കം പൊട്ടിയതല്ലെന്നും ആളുകളെ കൊലപ്പെടുത്താനായിട്ട് ഭീകരൻ നടത്തുന്ന ആക്രമണമാണെന്നും കുറച്ച് പേർ തിരിച്ചറിഞ്ഞു. അപ്പോൾ പഹൽഗാമിലെ മുഴുവൻ ആളുകളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടപ്പള്ളി സ്വദേശിയായ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മകൾ പറഞ്ഞതും എന്നെ രക്ഷിച്ചതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമൊക്കെ കശ്മീരുകാരായ 2 മുസ്ലിം യുവാക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്നും അവരുടെ ഉപജീവനമാർഗം അതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സഞ്ചാരികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ മേഖലയുടെ വികസനത്തിന് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഒപ്പം തന്നെ മറ്റു കുറച്ച് പേർ ഈ നുഴഞ്ഞു കയറിയ ഭീകരരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വഴി കാട്ടാൻ വേണ്ടി എല്ലാ സഹായം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഹാഷിം മൂസ എന്ന് പറയുന്ന പാക് കമാൻഡറാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈ ആക്രമണ പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ ഇയാളാണ് എന്നതിൻ്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ NIAയും അന്വേഷണ സംഘവും ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ 4 തവണ പലയിടങ്ങളിലായി അവരുമായി ഏറ്റുമുട്ടലുണ്ടായി. പക്ഷേ ഈ 10 ഡിഗ്രി സെൽഷ്യസിൽ പോലും അവർക്ക് ഒളിച്ചിരിക്കാൻ, -10 ഡിഗ്രിയിൽ പോലും അവർക്ക് പ്രശ്നമില്ല. മാത്രമല്ല അവർ ഗാഡ്ജറ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി അഥവാ ഇന്ത്യൻ സൈനികരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടാൽ പോലും അതിനെ ജിഹാദായി കണ്ട് മുന്നേറുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സൈന്യത്തെ കുഴപ്പിക്കാമോ അത്രത്തോളം ഇവർ സൈന്യത്തെ കുഴപ്പിക്കും. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഈ ടണലാക്രമണത്തിൽ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തി വെടിവെച്ച് കൊന്നിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ സൂചനയിൽ നിന്നാണ് ഈ പാക് കമാൻഡറെ കുറിച്ച് വ്യക്തമായ ചില നിലപാടുകൾ, വിവരങ്ങൾ കിട്ടിയത്. എന്തായാലും ഈ പാക് കമാൻഡറെ ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ അത് കൃത്യമായിട്ടും പാകിസ്ഥാൻ ആർമിയുടെ സൂത്രധാരണത്തിൽ ആണ് നടന്നത്. അവരുടെ പിന്തുണ ഇതിനുള്ളിലുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം അവരുടെ പല മന്ത്രിമാരും പറഞ്ഞത്. ഞങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, 30 വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട്, ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഈ പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ഈ പാക് കമാൻഡോയാണ്. അപ്പോൾ ഹാഷിം മൂസ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ജീവനോടെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിൽ പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അന്വേഷണ സംഘം അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയട്ടെ. അപ്പോൾ മാത്രം നമുക്ക് ഔദ്യോഗികമായി ഇക്കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.